ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ചാമ്പ്യൻ വെപ്പ് ബി ഗ്രേഡ് വള്ളത്തിൻ്റെ മാലിപ്പുരയിലെ കാഴ്ചകളും വള്ളം നീറ്റിലിറക്കുന്നതിൻ്റെ ഭാഗമായി ഒരുക്കങ്ങളും എല്ലാം നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലും. ഫുള്ള് മഞ്ഞ അടിച്ച് എണ്ണ തളിച്ചിട്ടിരിക്കുന്നൊരു കാഴ്ചയാണ് കേട്ടോ. സമയം ഏകദേശം 2 മണി ഒക്കെ ആവും. വെപ്പ് വള്ളങ്ങളുടെ കൂട്ടത്തിൽ നമുക്കൊരു പുതിയ അതിഥിയെയും കൂടെ ഏതാനും മണിക്കൂറുകൾക്കകം നീറ്റിലിറങ്ങുമ്പോൾ കിട്ടാൻ പോവുകയാണ് കേട്ടോ കൂട്ടുകാരെ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ വെപ്പ് വള്ളങ്ങൾ കുറവാണ് കേട്ടോ. വെപ്പ് വള്ളങ്ങളുടെ കൂട്ടത്തിൽ ഈ ഒരു രാജാവും കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ 5-6ഓളം വള്ളം മാത്രമേ ഈ വെപ്പ് ബി ഗ്രേഡ് വള്ളങ്ങളായിട്ട് ഉള്ളും താൻ. എൻ്റെ അണിയത്തു നിന്ന് അമരത്തോട്ടുള്ള ആ ഒരു ഫീലുണ്ടല്ലോ, അസാധ്യം, അടിപൊളി തന്നെ കേട്ടോ. ആ ഒരു പണിത്തരം കണ്ട നോക്കിയേ, എന്താ ബ്യൂട്ടിഫുള്ളെന്ന് നോക്കിയേ. വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ 975 ദിവസത്തെ മനുഷ്യപ്രയത്നത്തിൽ നിർമ്മിച്ച ഒരു പുത്തൻ വെപ്പ് ബി ഗ്രേഡ് വള്ളം എന്ന പ്രത്യേകതയുമുണ്ട് ഈ ചാമ്പ്യന്. കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 180-ൽ പരം ജലോത്സവ പ്രേമികളായ ഓഹരി പങ്കാളിത്തമുള്ള ഒരു പുത്തൻ വെപ്പ് ബി ഗ്രേഡ് വള്ളമാണ് ചാമ്പ്യൻ. പിന്നെ സ്പോട്ട് അതും ചമ്പക്കുളത്താണെന്നുള്ള പ്രത്യേകതയുണ്ട് ചാമ്പ്യന്.